Good morning. Today's class is about power screws, torque calculation. Power screw in the case, the screw is considered as inclined plane with inclination alpha as shown in figure. This is inclination alpha. When the load is being raised, the following forces acting at the point on this inclined plane. Load rise in the instant, this movement upward direction upward direction along the plane upward direction along the plane this direction move opposite frictional force develop. That frictional force must be equal to mu n. ഒരു ലോഡ് W ഇതിൻ്റെ ആക്ട് ചെയ്യും. ആ ലോഡ് നമ്മൾ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ലോഡ് ആക്ട് ചെയ്യും. അതാണ് ഈ കാണിച്ച W. ദെൻ നോർമൽ റിയാക്ഷൻ നമുക്കറിയാം. നോർമൽ റിയാക്ഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദി ഇൻക്ലൈൻഡ് സർഫസ്. ഇൻക്ലൈൻഡ് സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ. Then frictional force mu n, that must be along the surface, always along the surface, opposite to the direction of the motion. But direction of motion is in this direction. This is motion direction. That's opposite frictional force develop. Next effort നമ്മൾ കൊടുക്കുന്ന പവർ സ്ക്രൂവിൽ കൊടുക്കുന്ന എഫേർട്ടാണ്. അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പറയുന്ന ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ എഫേർട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ പി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ് നമ്മുടെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് പി മസ്റ്റ് ബി ഈക്വൽ ടു, അപ്പം നമുക്ക് ഒരു ഹൊറിസോണ്ടലായിട്ട് ഈ ഫോഴ്സസിനൊക്കെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ ആൽഫയാണ്. ദാറ്റ് മീൻസ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 90 മൈനസ് ആൽഫ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് അഗെയിൻ ആൽഫയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ആൽഫ, ഇത് 90 മൈനസ് ആൽഫ, ദെൻ ദിസ് ആംഗിൾ മസ്റ്റ് ബി ഈക്വൽ ടു ആൽഫ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു മ്യൂ എൻ കോസ് ആൽഫ. ഇതാണ് മ്യൂ എൻ കോസ് ആൽഫ പ്ലസ് എൻ സൈൻ ആൽഫ. ഇതാണ് ഈ എന്നിന് ഒരു എന്ന് വേർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതാണ് എന്നിൻ്റെ ഡയറക്ഷൻ. വേർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയായിട്ട് വരും. ഇതാണ് ആൽഫയായിട്ട് വരിക. ദാറ്റ് മീൻസ് എന്നിൻ്റെ ഒരു സൈൻ കോമ്പണൻറ്റ് ഈ ഡയറക്ഷനിൽ വരും. അപ്പോൾ പി ഈസ് ഈക്വൽ ടു മ്യൂ എൻ കോസ് ആൽഫ പ്ലസ് എൻ സൈൻ ആൽഫ. രണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ വരും, പി മാത്രം പോസിറ്റീവ്. ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ പി ഈസ് ഈക്വൽ ടു മ്യൂ എൻ കോസ് ആൽഫ പ്ലസ് എൻ സൈൻ ആൽഫ. ദെൻ കൺസിഡറിങ് the equilibrium of vertical forces. അപ്പോൾ W is equal to W vertically downward ആണ്. ഇനി upward directionൽ n cos alpha വരും. n cos alpha upward direction. then mu n sin alpha negative direction. that means W ൻ്റെ ഡയറക്ഷനിൽ വരും. അപ്പം W ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് ഒരു സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് W പ്ലസ് mu n sin alpha is equal to n cos alpha എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എ ഡിവൈഡ് ബൈ ബി കണ്ടു കഴിഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു കിട്ടും. പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ദിസ് പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂമറേറ്ററും ആൻഡ് ഡിനോമിനേറ്റർ രണ്ടും കോസ് ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. കോസ് ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ഇവിടെ ടാൻ ആൽഫ വരും, ഇവിടെ 1 വരും, ഇവിടെ മ്യൂ ടാൻ ആൽഫ, അല്ലെ മ്യൂ കഴിഞ്ഞിട്ട് സൈൻ ആൽഫ ഡിവൈഡ് ബൈ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ വരും. ദാറ്റ് മീൻസ് പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ ആൽഫ എന്ന് കിട്ടും. ദെൻ ഇനി മ്യൂ നമുക്കറിയാം, മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ ഫൈ ആണ്, വേർ ഫൈ ഈസ് ദ ഫ്രിക്ഷൻ ആംഗിൾ. മ്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ടാൻ ഓഫ് ദി ഫ്രിക്ഷൻ ആംഗിൾ. ദെൻ മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ ഫൈ, അത് നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ടാൻ ഫൈ പ്ലസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ഫൈ ടാൻ ആൽഫ എന്ന് കിട്ടും. ദെൻ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ടാൻ ഫൈ പ്ലസ് ആൽഫ. ഈ ഒരു ടേമിനെ നമുക്ക് ടാൻ ഫൈ പ്ലസ് ആൽഫ എന്ന് കൊടുക്കാൻ പറ്റും. ടാൻ ഫൈ പ്ലസ് ആൽഫ എന്ന് പറയുന്ന ടേമിലേക്ക് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാം.
ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ബി എന്നുള്ള ആ ഒരു ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ടാൻ 5 പ്ലസ് ആൽഫ, അതാണ് ആക്ച്വലി പി കിട്ടുന്നത്. ഇനി ടോർക്ക് റിക്വയർഡ് ഈസ് ഈക്വൽ ടു ടോർക്ക് റിക്വയർഡ് ടു റൈസ് ദ ലോഡ് മീൻസ് പിന്നെ അപ്ലൈഡ് ഫോഴ്സ് അല്ലെ ആ എഫേർട്ട് ഇൻറ്റു ഡി ബൈ ടു, എഫേർട്ട് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും, റേഡിയസ് ആയിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരിക സെൻറ്ററിലേക്ക്. അപ്പോൾ ദ ടോർക്ക് റിക്വയർഡ് ടു റൈസ് ദ ലോഡ് എന്ന് പറയുന്നത് പി ഇൻറ്റു dm/2 നോമിനൽ ഡയമീറ്ററാണിത് ആ ഒരു പവർ സ്ക്രൂവിൻ്റെ. അപ്പോൾ പി ഇൻറ്റു dm/2 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു mt, ദാറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു ഈ വാല്യൂ, പിയുടെ ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷനായിട്ട് കിട്ടുന്നത്. ടോർക്കിൻ്റെ ഇക്വേഷൻ, ടോർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റിംഗ് ദ ലോഡ്. നെക്സ്റ്റ് ടോർക്ക് റിക്വയർമെൻറ്റ് ലോവറിങ് ദ ലോഡ്. ഈ കേസിൽ ലോഡ് ലോവർ ചെയ്യുവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് മസ്റ്റ് ബി അപ്വേർഡ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതാണ് കൺസെപ്റ്റ്. ബാക്കി ലോഡ്, നോർമൽ റിയാക്ഷൻ, ഫ്രിക്ഷൻ ഫോഴ്സ്, എഫേർട്ട്, ഇതൊക്കെ നേരത്തെ കേസിലുള്ളത് സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യാം. ഇപ്പോൾ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ മ്യൂ എൻ കോസ് ആൽഫ, ഈ ആംഗിൾ ആൽഫയാണ്. അപ്പോൾ മ്യൂ എൻ കോസ് ആൽഫ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മൈനസ് എൻ സൈൻ ആൽഫ, എന്നിൻ്റെ സൈൻ കോമ്പണൻറ്റ് കൂടി ഉണ്ടാവും ആ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. കാരണം എൻ വേർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫയായിട്ട് വരിക, ഈ ആംഗിളാണ് ആൽഫയായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് സൈൻ ആൽഫ ആയിരിക്കും. അപ്പോൾ സെയിം മോഡൽ, നേരത്തെ ചെയ്ത സെയിം മോഡൽ ഡിവൈഡ് ചെയ്തു. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് ആൽഫ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഇക്വേഷൻ കിട്ടും. ദെൻ ദാറ്റ് ടേണിംഗ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു w dm/2 ഇൻറ്റു ടാൻ 5 മൈനസ് ആൽഫ കിട്ടും. ഇനി നെക്സ്റ്റ് കേസ് നമുക്ക് സെൽഫ് ലോക്കിംഗ് സ്ക്രൂ ആണ്. ആക്ച്വലി ഈ നമുക്കറിയാം ഈ ലോഡ് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്തത്. ഇപ്പോൾ ഈ കേസിൽ 5 ലെസ് ദാൻ ആൽഫയാണെങ്കിൽ, 5 ലെസ് ദാൻ ആൽഫ എന്ന കേസിൽ നമുക്കറിയാം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ കണ്ടീഷൻ ദാറ്റ് നോ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലോവർ ദ ബ്ലോക്ക്. അപ്പോൾ ആ കേസിൽ when 5 less than alpha the torque required to lower the load is നെഗറ്റീവ് ലോഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാതെ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ തന്നെ ഇങ്ങനെയുള്ള കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ തന്നെ ലോഡ് ഇറ്റ് സെൽഫ് അത് ഒരു ഡിസെൻഡ് ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ആ കണ്ടീഷനാണ് ഓവർഹോളിംഗ് കണ്ടീഷൻ എന്ന് പറയും, ഓവർഹോളിംഗ് ഓഫ് ദി സ്ക്രൂ. ഇനി നേരെ തിരിച്ചിട്ട് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആകുന്ന കേസിൽ നമുക്ക് ഈ ഒരു ടോർക്ക് റിക്വയർഡ് എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും. അപ്പം നമ്മൾ ആ ലോഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, അത് സെൽഫ് ലോക്ക് ചെയ്യും. ദ സ്ക്രൂ ഈസ് സെഡ് ടു ബി സെൽഫ് ലോക്കിംഗ്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സ്ക്രൂ സെൽഫ് ലോക്കിംഗ് സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ എ സ്ക്രൂ വിൽ ബി സെൽഫ് ലോക്കിംഗ് ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദി ടാൻജൻറ്റ് ഓഫ് ദി ഹെലിക്സ് ആംഗിൾ. ഇവിടെ ശ്രദ്ധിക്കുക, ആൽഫ എന്ന് പറയുന്നത് ഹെലിക്സ് ആംഗിളാണ്. അപ്പോൾ ഹെലിക്സ് ആംഗിളിനേക്കാൾ ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ടാൻജൻറ്റ് ഓഫ് ദി ഹെലിക്സ് ആംഗിൾ വരുന്ന കേസിൽ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വരുന്ന കേസിൽ നമ്മളതിനെ സെൽഫ് ലോക്കിംഗ് സ്ക്രൂ എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു പാർട്ട് കൂടി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തിയറി പാർട്ടിൽ, സെൽഫ് ലോക്കിംഗ് സ്ക്രൂ ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി ആ ഒരു ദ ഫോളോയിങ് കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ബൈ എക്സാമിനേഷൻ ഓഫ് ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ. നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ സെൽഫ് ലോക്കിംഗ് സ്ക്രൂ ആണെങ്കിൽ 5 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ആൽഫ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ, ആ ഒരു കേസ് ശ്രദ്ധിക്കുക. അപ്പോൾ സെൽഫ് ലോക്കിംഗ് സ്ക്രൂ ഈസ് ടു ബി പോസിബിൾ വെൻ ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ലോ. The coefficient of friction between the surface of the screw and the nut is reduced by lubrication. അത് lubrication വെച്ചിട്ട് നമുക്കത് റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും coefficient of friction. Okay, excessive lubrication may cause the load to descend on its own.
എക്സസീവ് ലൂബ്രിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആവുന്ന കേസും വരാം. ഓക്കെ, സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി ഓഫ് ദി സ്ക്രൂ ഈസ് ലോസ്റ്റ് വെൻ ദി ലീഡ് ഈസ് ലാർജ്. The lead increases with the number of starts. For a double start thread, the lead is twice of the pitch. ലീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് അഡ്വാൻസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റാർട്ടൊക്കെ ആണെങ്കിൽ 2 ടൈംസ് മുന്നോട്ടേക്ക് മൂവ് ചെയ്യും. അതാണ്. അപ്പോൾ ലീഡ് ഒരു വലിയൊരു ഒരു ഫാക്ടറാണ് സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടിയുടെ കേസിൽ. അപ്പോൾ സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ആപ്ലിക്കേഷൻസ് ലൈക്ക് സ്ക്രൂ ജാക്കിലൊക്കെ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ഈ സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, താങ്ക് യു all.